രാവിലെ എഴുന്നേറ്റ് വന്ന് ഉറക്കപ്പിച്ച് മാറാണ്ട് ഇരിക്കുന്നതല്ല കേട്ടോ. ഇന്നലെ എനിക്ക് നല്ല മുട്ടം പണി കിട്ടിയത് കാരണം ഇങ്ങനെ ഇരിക്കുന്നതാണേ. രാത്രി തലവേദനയാണെങ്കിൽ നേരം വിളിച്ചിട്ട് മാറിയില്ല കേട്ടോ. ഒരു 12:30 ആയപ്പം ഉച്ചയ്ക്ക് ഞാനൊരു ഗുളിക എടുത്ത് കഴിച്ചു. അങ്ങനെ പിന്നെ കിടന്നുറങ്ങി 2 മണിയായപ്പോൾ എഴുന്നേറ്റിട്ടിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഇത്. തലവേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും തലവേദനയാണ് കേട്ടോ. ഗുളികയൊന്നും കഴിക്കണ്ട എന്ന് കരുതി ഞാൻ ഇരുന്നതാണേ. പക്ഷേ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം എൻ്റെ വീട്ടിലെ ബാക്കി പണികൾ നടക്കണമെങ്കിൽ എൻ്റെ തലവേദന മാറണം കേട്ടോ. അപ്പോൾ അതേ രാവിലെ മക്കൾ ഊരിയിട്ടിട്ട് പോയ ഡ്രസ്സും ഇന്നലെ പള്ളിയിൽ പോയ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഈ കിടക്കുന്നത്, കഴുകാനായിട്ട് എടുത്ത് വെച്ചത് കേട്ടോ. പക്ഷേ ഒന്നും കഴുകാൻ പറ്റില്ല. പാത്രങ്ങളാണെങ്കിലും രാവിലെ ചായ അനത്തി പാത്രമൊക്കെ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. കണ്ണുപോലും തുറക്കാൻ വയ്യാണ്ട് ഞാൻ ഇന്നലത്തെ ചോറിരുന്നത് ആവി കയറ്റി കുഞ്ഞിന് ചോറും അച്ചാറും മാത്രമാണ് കേട്ടോ കൊടുത്തത്. രാവിലെ ചായക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായില്ല, കണ്ണുപോലും തുറക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ ചോറ് കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ചോറും കഴിച്ചില്ല കേട്ടോ. ചായ മാത്രം കുടിച്ചിട്ടാണ് രണ്ടുപേരും പോയത്. എഴുന്നേറ്റ് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ദേ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് ചോറ് വെക്കാമെന്ന് വെച്ചിട്ട് രാത്രിയിലേക്ക് ഇനി ചോറ് വെച്ചാലേ ഉള്ളേ. പിന്നെ അരിക്ക് വെള്ളവും വെച്ച് പാലും കൂടി അങ്ങ് വെച്ചു കേട്ടോ. ഇപ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് വരുമല്ലോ. അങ്ങനെ പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യാവുന്ന നേരം നോക്കിയപ്പോൾ ദേ കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത പോലെ വെയിൽ കേട്ടോ. അങ്ങനെ ഈ വെയിലത്ത് ഇറങ്ങി എന്തായാലും ഒന്നും ചെയ്യാനായിട്ട് നടക്കത്തില്ല കേട്ടോ. എന്നാൽ പിന്നെ അങ്ങ് കുളിച്ചേക്കാമെന്ന് വിചാരിച്ച് 3 മണിയായി കേട്ടോ. അങ്ങനെ കുളിച്ചേക്കാമെന്ന് കരുതുന്നു. തല നനച്ച് കുളിക്കുമ്പോഴത്തേക്കിന് തലവേദന അങ്ങ് കുറഞ്ഞാലോ. തലവേദന കുറഞ്ഞു, എന്നാലും തലയുടെ ആ പെരുപ്പൊന്നും മാറിയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേനും മക്കൾ വന്നു കേട്ടോ. അങ്ങനെ ദേ പപ്പായ ഒരാഴ്ചയായിട്ട് അവർക്ക് കിട്ടിയില്ലല്ലോ വർത്തമാനം പറയാനൊക്കെ ആയിട്ട്. അങ്ങനെ ദേ പപ്പായായിട്ടിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടപ്പോഴത്തേന് ചായയൊക്കെ ആയി കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേർക്ക് 4 മണിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ. രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. നിങ്ങൾ ക്ലാസ് ഇരിക്കുമ്പോൾ വിശക്കുമെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നേ. കാരണം മറ്റൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടില്ല കേട്ടോ. അച്ഛനാണെങ്കിൽ ഒട്ടും പറ്റാൻ, ഞാൻ അച്ഛനാണെങ്കിൽ ഹെൽപ്പൊന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ അച്ഛൻ ഒരു രാവിലെയൊക്കെ ആയപ്പോഴത്തേന് പുറത്തൊന്ന് പോയിട്ടോ. പിന്നെ വന്നത് ഒരു സമയമായപ്പോഴാണ്. എന്നാൽ പിന്നെ പിള്ളേർക്ക് കപ്പയും കാച്ചിലും കൂടി പുഴുങ്ങി അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ മുറ്റത്ത് തന്നെ വെച്ച് ചെത്തിട്ടെടുത്ത് കുക്കറിലിട്ട് വേവിക്കാമെന്ന് വെച്ചേ. കാച്ചിലിനും കപ്പയ്ക്കും രണ്ടും 2 വേവാണ് കേട്ടോ. അപ്പോൾ പിന്നെ രണ്ടും രണ്ടായിട്ട് വെച്ചില്ലെങ്കിൽ ചിലപ്പം കപ്പയോ കാച്ചിലോ ഏതെങ്കിലും ഒന്ന് കാടിവെള്ളം പോലെ ആയിപ്പോവും. അത് കാരണം രണ്ടും രണ്ടായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ കപ്പ തന്നെ അങ്ങ് വേവിക്കാമെന്ന് വെച്ചിട്ട് ഒരുപാടൊന്നുമില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം ഒത്തിരി എടുത്തിട്ട് കളയുന്നതിനേക്കാളും നല്ലത് കുറച്ചെടുക്കുന്നതല്ലേ. രണ്ടാമത് കാച്ചിലും കപ്പ വെന്ത് കഴിയുമ്പോൾ കുക്കറിലേക്ക് തന്നെ അങ്ങ് ഇട്ട് വെക്കാമെന്ന് വെച്ചാൽ എൻ്റെ വലിയ കുക്കറിൻ്റെ ബിസിൽ പോയിരിക്കുകയാണ് കേട്ടോ. അത് കാരണം ഞാൻ ചെറിയ കുക്കറിലായിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഒന്ന് ഗ്യാസിൽ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊള്ളിച്ചെടുത്തിട്ട് അതേ തന്നെ 2 ചുവന്ന വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകും കൂടെ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഇത്തിരി പിഴുപുളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ചിട്ടോ. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പോയപ്പോൾ അപ്പുക്കുട്ടനോട് പറഞ്ഞു എനിക്ക് ചമ്മന്തി ആണെങ്കിൽ വേണ്ട കേട്ടോ, ഒന്ന് കാന്താരി മതി എന്നും കണ്ടാണ് പറഞ്ഞത്. ഇത് കറുത്തിരിക്കുന്ന ചമ്മന്തി ഉണ്ട്, അവൻ അങ്ങനെ കറുത്ത ചമ്മന്തി അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ നക്കി തീർത്തത് അപ്പുക്കുട്ടനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദേ കപ്പയും കാച്ചിലൊക്കെ പുഴുങ്ങിയിട്ട് ചായയൊക്കെ കുടിക്കാൻ പോകണം കേട്ടോ. ഇന്നലെ രാത്രി തൊട്ട് നല്ല പട്ടിണിയായിരുന്നു കേട്ടോ ഞാൻ. കാരണം തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും തോന്നത്തില്ല കേട്ടോ. കാരണം തലവേദന എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന തലവേദനയാണ്. ഈ അഡിനോയിഡൊക്കെ ഉള്ളത് കാരണം ഒരു സർജറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തലവേദന വരുന്ന പറ്റുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ.